നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കുട്ടി കണ്ണ് കണ്ടൂടെ നിനക്ക്? എന്റെ നടോടിഞ്ഞാ തോന്നുന്നേ. സോറി, വളവ് തിരിഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. വരൂ. അയ്യോ, നാളത്തേക്കുള്ള വീട്ടു സാധനങ്ങളായിരുന്നു, എല്ലാം പോയി. അത് സാരമില്ല, സാധനങ്ങൾ നമുക്ക് മേടിക്കാം. അമ്മയ്ക്ക് എങ്ങനെ, ആശുപത്രിയിൽ പോണോ അതോ വീട്ടിൽ പോയാ മതിയോ? നമുക്ക് എവിടെയാ അമ്മയുടെ വീട്? ആരതി, ആരതി, അഞ്ജലി ഇല്ലേ ഇവിടെ? ചേച്ചി രാവിലെ പുറത്തു പോയല്ലോ. ഓ, പോയില്ലേ? സാരമില്ല, രണ്ടുപേരും രണ്ടു വഴിക്ക് ശ്രമിക്ക. അവള് വരുമ്പഴേ നീ ഇതങ്ങ് കൈ കൊടുത്തേക്ക്. ഇതെന്തിനാ സീതമ്മ ഇത്രയും കാശ്? ഇതെവിടുന്നാ? അമ്മ ഇവന്റുകാരുമായിട്ട് പുതിയ സഹകരണമല്ലേ, സാധനങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. ഞാനും നിങ്ങളുടെ ചേച്ചിയും കൂടി അതിനുള്ള ചെലവ് കാശ് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാ. ആഹാ, ഇവൻ ഇറങ്ങുന്നേ ഉള്ളോ? അല്ല, ഇന്നെന്താ കളർ ഡ്രസ്സില് തൊപ്പിയൊക്കെ ഉണ്ടല്ലോ. നിന്റെ യൂണിഫോം എവിടെ? സ്കൂളിനോട് ചേർന്ന് റെയിൻബോ ചിൽഡ്രൻസ് ക്ലബില്ലേ, ഇന്നിവിടെ കലാപരിപാടികളാ. അച്ചൂട്ടനും അതിലുണ്ട്. അതാ കളർ ഡ്രസ് ഇട്ട് ഒറ്റയ്ക്ക് പോകുന്നത്. ഒറ്റയ്ക്ക് പോവാനോ? അഞ്ജലി അമ്മയോട് ചോദിച്ച അനുവാദം വാങ്ങിയിട്ടാണോ ഇതൊക്കെ? ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ സീതമ്മ ആന്റി, അടുത്തല്ലേ. അവിടവും കഴിഞ്ഞ കടയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതല്ലേ സാധനം വാങ്ങാൻ. ഏയ് ഇല്ലില്ല, നീ ആയിട്ട് ഒറ്റയ്ക്ക് പോണ്ട, നമുക്ക് ഒരുമിച്ച് പോ. ഞാനും ആ വഴിക്കാ. അതെന്താ, എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ആ, പിടിച്ചോണ്ട് പോയാലോ? പിള്ളേരെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടങ്ങളിലുണ്ടെന്ന് ഇന്നലെ സുധാരേട്ടൻ പറഞ്ഞതാ. ഈ സീതമ്മ ആന്റി വെറുതെ പറയുന്നതാ, എന്നെ ക്ലബില് വിടാതിരിക്കാൻ. ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ സീതമ്മ, അവൻ പൊയ്ക്കോട്ടെ. അവിടെ ഉള്ളവര് മുഴുവനും ഞങ്ങളുടെ പരിചയക്കാരാ. മാത്രമല്ല, ടീച്ചർമാരും സാറുമാരും കുട്ടികളും ഒക്കെ ഉണ്ട് അവിടെ. ആ, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ, പൊയ്ക്കോട്ടെ. സൂക്ഷിച്ചു പോണോട്ടോ. അവൻ സൂക്ഷിക്കും. ഒറ്റ കണ്ടീഷനിലാ ഞങ്ങൾ അവനെ വിടുന്നേ. മത്സരത്തിന് പോകുന്നതൊക്കെ കൊള്ളാം, സമ്മാനം വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാവൂ. അച്ചൂട്ടൻ മത്സരിച്ച അച്ചൂട്ടനെ സമ്മാനം കിട്ടും. ഇന്ന് ഞാനത് തെളിയിക്കും. ചാലഞ്ച്. നിങ്ങളിത് അഞ്ജലിയോട് പറയാത്തത് ശരിയായില്ല. പലരെയും പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാ നിങ്ങള്. അവനെ തെരഞ്ഞു നടക്കുന്ന ആരെങ്കിലും പുറകെ വന്ന് വാ പൊത്തി തോളിലിട്ടോണ്ട് പോയാ ആരും അറിയില്ല. അതാ ഞാൻ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എന്താന്ന് വെച്ചാ, കുഞ്ഞല്ലേ, അവന്റെ ആഗ്രഹമല്ലേ. ദൈവത്തിന്റെ കണ്ണോട്ടം അവനിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അത്ര തന്നെ. ഇവിടെയാണോ അമ്മ താമസിക്കുന്നത്? അതെ മോളെ, ഇവിടെ വേറെ ആൾക്കാര് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഈ വീടിന് 3 ഭാഗമാ. റോഡിൽ പോയ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിത്തരാൻ മനസ്സ് കാണിച്ച മോളെ ദൈവം അനുഗ്രഹിക്കും. ശരി, അമ്മ നടക്ക്, ഞാൻ കൂടെ വരാം. എന്താമ്മ താമസിച്ചേ? ഈ കുട്ടിയാരാ? എല്ലാം പറയാം, നീ ഇതകത്ത് കൊണ്ടേ വെക്ക്, ഞാനിതാ വരുന്നു. മോളകത്ത് കയറിയിരിക്കണം, ചായ ഇടാൻ പറയാം ഞാൻ. അയ്യോ വേണ്ടമ്മേ, ഒരുപാട് താമസിച്ചു, പിന്നീട് ഒരിക്കലാവാം.
വക്കീലമ്മാവനെന്താ ഇവിടെ? വേണുഗോപാലും ഉണ്ടല്ലോ. ഈശ്വര, വീണ്ടും ഇത് തൃപ്പങ്കോട്ടെ കൊച്ചുവക്കീലാണല്ലോ. നോട്ടം കണ്ടിട്ട് സുഭദ്രാമ്മയുടെ രൂപമുള്ള എന്നെ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താ? രാധയല്ലേ? തൃപ്പങ്കോട്ടെ വാസുദേവൻ സാറിന്റെ രണ്ടാമത്തെ മകൾ രാധ, സുഭദ്രാമ്മയുടെ അനിയത്തി. അല്ല. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നയാളാ. ഇവിടേക്ക് കയറി വരാൻ താൻ ആരാണെന്ന് മനസ്സിലായില്ല. എന്താ കാര്യം? ഈ വീട്ടിൽ നിങ്ങൾ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, വേറെയും വാടകക്കാരില്ലേ? ഞാൻ അപ്പുറത്തെ കാരേറ്റമ്മയെ കാണാൻ വന്നതാ. കണ്ടു, മടങ്ങിപ്പോന്നു, അത്രേ ഉള്ളൂ. ഇനി വഴിയിന്ന് മാറും, ഞാൻ പോട്ടെ. ശരി ശരി, കാര്യം മനസ്സിലായി. വഴിയിന്ന് മാറുകയും ചെയ്യാം. പക്ഷേ ഒരു സംശയത്തിന് താൻ ഉത്തരം പറയണം. സത്യം പറയേ, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ തനിക്ക്? നിങ്ങളാരാ? വല്ല സെലിബ്രിറ്റിയോ ആണോ? മുമ്പെന്തോ വീട്ടഡ്രസ് മാറിയെന്നും പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിരുന്നു. അല്ലാതെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. കള്ളം. താൻ എന്നെ കണ്ടിട്ടുണ്ട്. തനിക്ക് എന്നെ മുന്നേ അറിയാം. തൃപ്പങ്ങോട് തറവാട്ടിൽ അച്ഛൻ അഡ്വക്കേറ്റ് പത്മനാഭനോടൊപ്പം പലവട്ടം വന്നിട്ടുണ്ട് ഞാൻ. സുഭദ്രാമയും താനും 2 അനിയത്തിമാരും അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോറി, നിങ്ങൾ ഈ പറയുന്ന തൃപ്പങ്കോട്ടിനെയും സുഭദ്രാമയെ അനിയത്തിമാരെ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. ആളെ വിട്. ഏയ്, സോറി. നോക്കൂ, ദൈവമായിട്ടാ ഇപ്പൊ ഈ വീട്ടുനടയിൽ വെച്ച് തന്നെ എന്റെ മുന്നിൽ വീണ്ടും കൊണ്ടെത്തിച്ചത്. എന്റെ പേര് രാധയല്ല, അഞ്ജലി എന്നാണ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആയി ജോലി നോക്കി ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. തനിക്ക് പേര് മാറ്റാനാവും, വേഷം മാറ്റാനാവും, നാട് വിട്ട് ഓടാനാവും, ഒക്കെ ആവും. പക്ഷെ ഈ രൂപമുണ്ടല്ലോ, ഈ മുഖം, അതിലൂടെ വ്യക്തമാകുന്ന സുഭദ്രാമ്മയുടെ സഹോദരി എന്ന സത്യം, അത് തനിക്ക് മാറ്റാനാവില്ല. തനിക്കെന്താടോ ഭ്രാന്താണോ? വഴിയിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി. രാധേ, പ്ലീസ്. താൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നാടകം കളിക്കരുത്. തനിക്ക് എന്റെ ഫീലിംഗ് മനസ്സിലാവത്തോണ്ടാ. മരിച്ചുപോയെങ്കിലും സുഭദ്രാമ്മ ഇപ്പോഴും എന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. ഗതി കിട്ടാതെ അലയുന്ന ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ മേഘനാഥൻ എന്ന ആ രാക്ഷസൻ തകർന്നറിഞ്ഞില്ലാതാവണം. അതിന് ഞാൻ മാത്രം ശ്രമിച്ചാ പോരാ, രാധയുടെ സഹായം വേണം എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നോട് എപ്പോഴും. മതി, നിർത്ത്. ഞാൻ രാധയല്ല, രാധയല്ല, രാധയല്ല. മേലാൽ എന്നെ ശല്യപ്പെടുത്തരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.